ഹായ് എവ്രി വൺ, വെൽക്കം ടു അനദർ വീഡിയോ. മെയ് 28-ന് എൻ്റെ അമ്മ തിരിച്ച് നാട്ടിൽ പോവാണ്. അപ്പോൾ ദിസ് ഈസ് ഹർ ലാസ്റ്റ് വീക്ക് ഇൻ ജർമ്മനി. അപ്പം ഇന്ന് നമ്മൾ ഒരു മൂവി കാണാമെന്ന് വിചാരിച്ചു. ഇവിടെ ഹനോവർ സിറ്റി സെൻറ്ററിൽ സിനിമാക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു തിയേറ്റർ ഉണ്ട്. ആ തിയേറ്ററിലാണ് നമ്മുടെ മലയാളം മൂവീസൊക്കെ യൂഷ്വലി പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഞാൻ യൂഷ്വലി പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്തു. ആൻഡ് ഇവിടുന്ന് ജസ്റ്റ് സ്റ്റെപ്പ് കയറി മേളിലോട്ട് എത്തുന്നത് സിനിമാക്സിലേക്കാണ്. സോ നമ്മൾ പോപ്കോണൊക്കെ വാങ്ങിച്ച് ദൃശ്യം 3 എന്ന് പറഞ്ഞിട്ടുള്ള മൂവി കാണാനാണ് വന്നത്. ആൻഡ് ഇറ്റ് വാസ് എ റിയലി ഗുഡ് മൂവി. ഞങ്ങൾക്ക് ഇങ്ങനെ മൂവി കാണാൻ പോകാനൊക്കെ ഇഷ്ടമാണ്, എനിക്കും അമ്മയ്ക്കും. ലാസ്റ്റ് ടൈം വന്നപ്പോൾ ലോക കാണാൻ പോയി. മൂവി കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. അമ്മ കുറച്ച് നേരം സ്പെൻഡ് ടൈം വിത്ത് ഹർ ഗ്രാൻഡ് കിഡ്സ്. പോവാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയതൊക്കെ ഉണ്ട്. എനിവേ ദിസ് ഈസ് എ നെക്സ്റ്റ് ഡേ ആൻഡ് ഞങ്ങൾ മേജറായിട്ടുള്ള ഷോപ്പിംഗ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞു. പക്ഷേ ചെറിയ ചെറിയ ഷോപ്പിംഗ് ബാക്കിയുണ്ടായിരുന്നു. സോ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവാണ്, ഞാനും അമ്മയും നോറയും. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തൊരു വലിയ മോളുണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് ഈവൻ ക്രൗഡഡ്. വലിയ മോളെന്ന് പറഞ്ഞാലും അത്ര ക്രൗഡൊന്നുമില്ല കേട്ടോ. അത്യാവശ്യത്തിനുള്ള ഷോപ്സൊക്കെ ഉണ്ട്. ഞങ്ങൾ എന്തെങ്കിലും ക്ലോത്ത്സൊക്കെ വാങ്ങിക്കണേലോ ഒക്കെ ഇങ്ങോട്ടാണ് വരാറ്. ഈവൻ കോസ്മെറ്റിക് സാധനങ്ങളും സ്റ്റേഷനറി സാധനങ്ങളും അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ ഇങ്ങോട്ടൊക്കെയാണ് വരുന്നത്. മെയിനായിട്ടുള്ള ഷോപ്പിങ്ങിന് പോകണമെങ്കിൽ ഞങ്ങൾ ഹനോവർ സിറ്റി സെൻറ്ററിൽ പോകും. നോറയുടെ ബേബി സിസ്റ്ററിന് കുറച്ച് ക്ലോത്ത്സ് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. സോ ഞങ്ങളൊരു സ്റ്റോറിൽ കയറി ആൻഡ് വി ജസ്റ്റ് പിക്ഡ് ഔട്ട് സം ഔട്ട്ഫിറ്റ്സ് ഫോർ ഹർ. നോറയ്ക്ക് ബേബി സിസ്റ്ററിന് വേണ്ടി ഷോപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ ഷീസ് ലൈക്ക് ഓൾവേസ് എക്സൈറ്റഡ്. ഓൺലൈനിലാണെങ്കിലും ഇതുപോലെ പോകുമ്പോഴും എപ്പോഴും നോറയ്ക്കൊരു ക്ലോത്ത് സെലക്ട് ചെയ്യണമെന്നുണ്ട്. എനിവേ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ ഒരു ഡ്രഗ് സ്റ്റോറിലേക്ക് വന്നു. ഈ സ്റ്റോറിൽ എപ്പോഴും ഒരു ചെറിയ ട്രോളി ഉണ്ട് കിഡ്സിന് വേണ്ടിയിട്ട്. സോ അതെടുക്കാൻ വേണ്ടി പോവാണ് രണ്ടുപേരും കൂടി. നോറ എപ്പോഴും, നമ്മളാണെങ്കിലും ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാത്തതുകൊണ്ട് ദിസ് ഈസ് ആക്ച്വലി ഇനഫ്. സോ യാ, ഷീ ഈസ് റിയലി എക്സൈറ്റഡ് അബൌട്ട് ദ സ്മോൾ ട്രോളി. എനിവേ നമ്മൾ ബേബി സിസ്റ്ററിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ നോക്കുകയാണ്. പാസിഫയർ ആണ് നോക്കുന്നത്. വി ആർ നോട്ട് റിയലി പ്രൗഡ് ഓഫ് ഇറ്റ്, ബട്ട് ചില സമയത്ത് ആവശ്യമാണെന്ന് തോന്നി. സോ വി ജസ്റ്റ് ലുക്കിംഗ് ഫോർ സം ഗുഡ് പാസിഫയേഴ്സ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അവിടെ നിന്നൊന്നും കിട്ടിയില്ല. ബിക്കോസ് ഓൾറെഡി ഉള്ള ടൈപ്പ് ഉണ്ടായിരുന്നുള്ളൂ. ചില ബേബീസ് പാസിഫയേഴ്സ് കംപ്ലീറ്റ്ലി റിജക്റ്റ് ചെയ്യും. ഇൻഫാക്ട് നോറ ബേബി ആയിരുന്നപ്പം അവൾ പാസിഫയർ എടുക്കത്തേ ഇല്ലായിരുന്നു. ബട്ട് വിത്ത് ഹർ ബേബി സിസ്റ്റർ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുകയാണ്. എനിവേ നമ്മൾ നോക്കിയ പാസിഫയർ കിട്ടിയില്ല. സോ നമ്മൾ വേറെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ആ കടയിൽ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ വെറുതെ യൂറോ ഷോപ്പിൽ കയറി. ലൈക്ക് ഡോളർ സ്റ്റോർ എന്നൊക്കെ പറയുന്ന പോലെ ചീപ്പായിട്ടുള്ള സാധനങ്ങൾ, ലൈക്ക് €1 സാധനം കിട്ടുന്ന കടയാണ്. എനിവേ അവിടുന്ന് പ്രത്യേകിച്ചൊന്നും എടുത്തില്ല. നമ്മൾ പിന്നെ വീടിനടുത്തുള്ള ഒരു ഗ്രോസറി സ്റ്റോറിൽ കയറി നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. നൗ ദിസ് ഈസ് ദ നെക്സ്റ്റ് ഡേ. നോറയുടെ ഫ്രോസൺ മൂവിയിലെ കോൺസേർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷി ലൈക്സ് ടു സിങ് അലോങ്. അപ്പം അത് ഇങ്ങനെ നമ്മളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഇറ്റ്സ് ആക്ച്വലി റിയലി സ്വീറ്റ്. അവൾക്ക് വായിക്കാനൊന്നും അറിയത്തില്ലെങ്കിലും നന്നായിട്ട് അവൾ ഓട്ടോമാറ്റിക്കലി കേട്ട് 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 വേർഡ്സൊക്കെ പഠിച്ചിട്ട് പാടുകയാണ്. ആൻഡ് ഇന്ത്യൻ സ്റ്റോറിൽ പോയി നല്ല കുറച്ച് മാംഗോ ഉണ്ടായിരുന്നു, അത് വാങ്ങിച്ച് കഴിക്കുകയാണ്. ആൻഡ് ഐ വാസ് വാച്ചിങ് ദൃശ്യം പാർട്ട് 1. ദൃശ്യം 3 കണ്ടതിന് ശേഷം 1 കാണാൻ വെറുതെ ഒരു തോന്നില്ല, അതുകൊണ്ട് കാണുകയാണ്. ആൻഡ് ടുഡേയ്സ് മെയ് 28 അമ്മയിൽ നിന്ന് പോവുകയാണ്. 12:55 ഫ്ലൈറ്റ് ഫ്രം ഫ്രാങ്ക്ഫർട്ട് ടു ബാംഗ്ലൂർ. ലുഫ്താൻസയിലാണ് പോകുന്നത്. ആൻഡ് അപ്പോൾ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഒരു 3 hours ഡ്രൈവ് ഉണ്ട്. ബട്ട് വിത്ത് എ ബേബി ഡെഫിനറ്റ്ലി വി ഹാവ് ടു സ്റ്റോപ്പ്. ഒരു 2 times or 3 times എങ്കിലും സ്റ്റോപ്പ് ചെയ്യണം. ബിക്കോസ് കാർ സീറ്റിൽ കണ്ടിന്യൂസ്ലി ബേബീസിനെ, ഇത്രയും ചെറിയ ബേബീസിനെ ഇരുത്താൻ പാടില്ലെന്നാണ്. മാക്സിമം 1 hour ആണെന്ന് തോന്നുന്നു. സോ യാ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നിർത്തി വേണം പോവാൻ. അപ്പോൾ ഞങ്ങളൊരു 3 times സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ഇടയ്ക്ക് പാലൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ എയർപോർട്ടിലേക്ക് എത്തുകയാണ്. എപ്പോഴും ഇങ്ങനെ എയർപോർട്ടിലേക്ക് എത്താറാകുമ്പോഴത്തേക്കും മനസ്സിലൊരു ഇങ്ങനെ പതിയൊരു വിഷമമൊക്കെ ഇങ്ങനെ കയറി വരും. എനിവേ പോവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു 10 minutes ഫ്രീ ആയിട്ട് നിർത്തിയിടാം വണ്ടി. സോ നമുക്ക് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും പുറത്തിറങ്ങിയിട്ട് ചെക്ക് ഇൻ ഓൾറെഡി ഓൺലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ബാഗ് ഡ്രോപ്പ് ഓഫ് ചെയ്യാൻ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. സോ ടാഗ് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് നമ്മുടെ ഇതിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കയറ്റി വിടാം. ലൈക്ക് ഒരു കൗണ്ടറിലൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല, ആളുള്ള കൗണ്ടറിൽ. സോ അങ്ങനെ കയറ്റി വിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ റെഡിയായി. അമ്മയ്ക്ക് ലുഫ്താൻസയിൽ അസിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ വെയിറ്റ് ചെയ്യണം അവർ വന്ന് വിളിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് അപ്പം ലാസ്റ്റ് കുറച്ച് ഗുഡ് ബൈസൊക്കെയാണ് കാണുന്നത്. സോ യാ, ഇറ്റ്സ് ക്വയറ്റ് ഇമോഷണൽ. എനിവേ അമ്മയെ അങ്ങനെ കയറ്റി വിട്ടു. സത്യം പറഞ്ഞാൽ ചെറുതായിട്ട് അമ്മ ഫ്ലൈറ്റ് മിസ്സ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ താങ്ക്ഫുള്ളി ഫ്ലൈറ്റ് ഇറ്റ് സെൽഫ് വാസ് ഡിലേഡ്.
ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഇപ്പോൾ എയർപോർട്ടിൽ തന്നെ ഫ്ലൈറ്റിൽ കയറി എന്നുള്ളൊരു കൺഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. ബിക്കോസ് അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് പോകണമല്ലോ അമ്മയും കൊണ്ട്. ഞങ്ങൾ അതുകൊണ്ട് എയർപോർട്ടിൽ തന്നെ ഞങ്ങൾ അവിടുത്തെ റെസ്റ്റോറൻറ്റിലൊക്കെ സ്നാക്കൊക്കെ കഴിച്ചു, ലഞ്ചൊക്കെ കഴിച്ചു. ഇപ്പോൾ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ തീമിലാണ് മക്ഡൊണാൾഡ്സിലെ കിഡ്സ് മീൽ ഇരിക്കുന്നത്. സോ നോറ എൻ്റെ കൂടെ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ ഈ വേർഷൻ ഇപ്പോൾ കാണുന്നുണ്ട്. സോ ഷി വാസ് റിയലി എക്സൈറ്റഡ് അബൌട്ട് ദ ടോയ്. ആക്ച്വലി അവൾ സെലക്ട് ചെയ്ത ടോയ് അല്ല കിട്ടിയത്. അൺഫോർച്ചുനേറ്റ്ലി ഷി ഗോട്ട് എ മോൺസ്റ്റർ, ബട്ട് ഷി വാസ് സ്റ്റിൽ ഹാപ്പി. അമ്മ പ്ലെയിനിൽ നിന്ന് വിളിച്ച് പറഞ്ഞു എല്ലാം ഓക്കെയാണ്, പൊയ്ക്കോന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. ഞങ്ങൾ ഇന്ന് ഇവിടെ ഓവർനൈറ്റ് സ്റ്റേ ആണ് ഫ്രാങ്ക്ഫർട്ടിൽ. കാരണം നെക്സ്റ്റ് ഡേ May 29 എൻ്റെ മദർ ഇൻ ലോ വരുന്നുണ്ട്. സോ യാ, ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു നെക്സ്റ്റ് ടൈം.